ഗ്യാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 31 ആണ്. നമ്മുടെ കൊച്ചിയിൽ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള ഓരോ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പുതിയൊരു വർഷത്തെ വരവേൽക്കുന്നതിന് മുമ്പായിട്ട് പപ്പാനിനെ കത്തിക്കണം. അതിനു വേണ്ടി ഓരോരുത്തരും അവരവരുടെ ക്രിയേറ്റിവിറ്റിയിൽ ഉണ്ടാക്കി വെക്കുന്ന ഓരോ ഐറ്റംസാണ്. പലയിടത്തും പല രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കി വെക്കുന്നത്. എനിക്ക് ഫുള്ള് എടുക്കാൻ പറ്റിയിട്ടില്ല, ഇനിയും ഉണ്ടായിരുന്നു കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായി. എല്ലാം എനിക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റിയില്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഹൈറ്റ് കൂടിയ പപ്പാനികളാണ് കേട്ടോ എല്ലായിടത്തും ഉണ്ടാക്കി വെച്ചേക്കണത്. ഇതൊക്കെ എന്താണെന്ന് പോലും എനിക്കറിയില്ല, ഞാൻ ചിലതൊന്നും കണ്ടിട്ടില്ല. ഇതൊക്കെ ഏതോ ഒരു ക്യാരക്ടേഴ്സാണ്, അറിയില്ല. എന്നാലും എല്ലാം നല്ല ഭംഗിയായിരുന്നേ. കൊച്ചിയിലെ ആൾക്കാരെല്ലാവരും കൂടി ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. നമ്മളുടെ കൊച്ചിനെ സംബന്ധിച്ച് ഡിസംബർ 31 ജാനുവരി 1 ഒരു ഏറ്റവും വലിയൊരു ഘടകമാണ് ഞങ്ങൾ കൊച്ചിക്കാരെ സംബന്ധിച്ച്. കൊച്ചിയിൽ അന്ന് പ്രായഭേദമന്യേ എല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടെ ഞങ്ങൾ ആ ഒരു വർഷം അവസാനിക്കുന്ന മുമ്പ് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യും. അന്നത്തെ ഒരു ദിവസം മാത്രമാണ് കൊച്ചിയിലെ എല്ലാവരും കൂടി ഒത്തുകൂടണ ഒരു ദിവസം. ഈ ലോകത്തിൽ എവിടെയൊക്കെ പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മാക്സിമം അവർ ഡിസംബറിൽ ഈ നാട്ടിലെത്തിച്ചേരാൻ പറ്റും ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ്. ഞങ്ങളുടെ അപ്പൂപ്പൻ ട്രീനെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നാളത്തെ വീഡിയോയിൽ നമുക്ക് വരാം. ട്രീനായിട്ട് ഓരോരുത്തരെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 3 പപ്പാനിമാരും ഒരു ചേട്ടനും കൂടി അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ വിൻസാങ്കയുടെ കലാവിരുതാണ് കേട്ടോ. എല്ലാ വർഷവും വിൻസാങ്ക വളരെ വ്യത്യസ്തമായ രീതിയിൽ എന്തെങ്കിലും ഉണ്ടാക്കും. പിന്നെ നമ്മുടെ പപ്പാനീനെ കത്തിക്കുകയാണ്. പപ്പാനീനെ കത്തിക്കണം. പിന്നെ ഓരോരോ ആഘോഷങ്ങൾ അങ്ങനെ ആർമാദിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പിന്നെ ഞങ്ങൾ ഡാൻസ് കളിച്ച് പാട്ട് പാടി എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ അങ്ങ് എൻജോയ്മെൻറ്റ് ചെയ്യണ ഒരു ദിവസവും കൂടിയാണ്. എന്താ അന്ന് ഞങ്ങൾ ഉറങ്ങാറില്ല. കൊച്ചിയിലെ പിള്ളേരൊന്നും അന്ന് ഉറങ്ങാത്തൊരു ദിവസവും കൂടിയാണ്. അന്ന് ഉറക്കമൊന്നും വരില്ല ആർക്കും. എല്ലാവരും ഇങ്ങനെ ഡാൻസും കഴിച്ച് പാട്ടും കാടി. ഇതെൻ്റെ ഭർത്താവിൻ്റെ കലാവിരുതാണ്, പുള്ളിക്കാരൻ്റെയാണ് ഇത്. ഈ കളിക്കുന്നതാണ് എൻ്റെ ഭർത്താവ്. 31 മാത്രം കഴിവുകളൊക്കെ പുറത്തു വരുള്ളൂ, അല്ലാത്ത വർഷമാണെങ്കിലല്ല. ഞങ്ങളുടെ ചേട്ടന്മാരൊക്കെ ഡാൻസ് കളിക്കുന്നത് എൻ്റെ മോള്. അങ്ങനെ എല്ലാവരും കൂടി ആടിത്തിമർത്തൊരു വർഷമാണ്. 2025 അവസാനിക്കുന്നതിന് മുമ്പുള്ള കുറച്ച് നിമിഷങ്ങളാണ് കേട്ടോ ഇത്. അങ്ങനെ എല്ലാവരും ഡാൻസ് കളിച്ച് സോണിച്ചേട്ടൻ ഇവരൊക്കെ 31 ആകുമ്പോൾ ആർമാദിക്കുന്ന ഒരു ദിവസമാണ്. ഇനി നാളെ ജാനുവരി 1 2026 ഞങ്ങൾ വരവേറ്റതിൻ്റെ ഭാഗമായിട്ട് നാളെ കുറേ പരിപാടികളുണ്ട്. DJയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വെളിയിൽ. അതൊന്നും എനിക്ക് കവർ ചെയ്തില്ല, പോകാൻ പറ്റിയില്ല. പോയി, പക്ഷേ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അത്രയും ക്രൗഡായിരുന്നു. പുറത്തുനിന്നുള്ള ആൾക്കാരും എല്ലാവരും കൂടി ആകെ തകർത്തൊരു ദിവസമായിരുന്നേ. പറ്റുന്ന രീതിയിലൊക്കെ ഡാൻസും കളിച്ച് എല്ലാവരും ഉണ്ട്. ഇതാണ് നമ്മുടെ പിള്ളേരെല്ലാവരും അങ്ങോട്ട് സെറ്റായിട്ടിരിക്കണേന് അവരവരൊക്കെ പറ്റുന്ന രീതിയിലുള്ള സ്റ്റെപ്പൊക്കെ ഇട്ട് അടുത്തുമറുത്തു. പ്രായമില്ല ഇതിന്, ഏത് പ്രായത്തിലുള്ളവരും തകർക്കണ ഒരു ദിവസമായിരുന്നു. ഇതൊക്കെ മിസ് ചെയ്യണത് ഒരു വല്ലാത്തൊരു സങ്കടം ഉണ്ടാ എല്ലാവർക്കും. കൊറോണ വന്ന് ഞങ്ങൾക്ക് അങ്ങനെ 1 വർഷം 2 വർഷം ഇതൊന്നും ഇല്ല. ഇനി അന്ന് ഞങ്ങളധികം വിഷമിച്ചൊരു ദിവസമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞുള്ള വർഷങ്ങളൊക്കെ നമ്മൾ മാക്സിമം എൻജോയ്മെൻറ്റ് ചെയ്ത് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. കുറേ സ്ഥലത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്നിടത്തൊക്കെ നമ്മൾ പോയി കണ്ട് ഇനി അടുത്ത സ്ഥലത്ത് പോയി തുള്ളാൻ പോണ പോക്കാണ് ഈ കാണുന്നത്. ആകെ തരുന്നത് ഞാൻ അവളോട് പറഞ്ഞിരുന്നു, ഞാൻ യൂട്യൂബിലിട്ട് വൈറലാക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്താറായി. എൻ്റെ മുകളിൽ 2 സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടാണ് പോണത്. ഏത് സ്റ്റെപ്പൊന്നും അറിയില്ല, അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൾ സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ അടുത്ത സ്ഥലത്ത് പോയി ഡാൻസ് കളിക്കാനുള്ള പോക്കാണ് പോണത്. ഇനി ഞാൻ താമസിക്കേണ്ടെന്ന് പറഞ്ഞ എൻ്റെ മോള് ഓടിയാണ് പോണത്. അല്ലാണ്ട് ഡാൻസ് കളിക്കാൻ പറഞ്ഞ എൻ്റെ മുക്ക് മടിയാണേ. ഇന്നിപ്പോൾ എല്ലാവരൊക്കെ കളിക്കണ കണ്ടപ്പോൾ ആഗ്രഹം തോന്നിയിട്ട് കളിക്കണതാ. അവിടെ എത്തി. ഇന്ന് വീട്ടിലിരുന്നിട്ടില്ല കൊച്ചി, ഭക്ഷണവും വേണ്ട, ഒന്നും വേണ്ട, ഈ നടപ്പായിരുന്നു.
ഇനി ഇത് അടുത്ത സ്ഥലത്തുള്ള പിള്ളേരുടെ ഡാൻസാണേ. നമ്മുടെ പലയിടത്തും ഡാൻസും DJയും എല്ലാം വെച്ചേക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കൊച്ചിയിലെ പിള്ളേർ മിക്കവരും ഈ ഇവിടെ തന്നെ ഇരുന്ന ഡാൻസ് കളിയാണ്. ഈ ട്രീയുടെ അവിടെ വന്നേക്കുന്നപ്പോൾ പുറത്തുനിന്ന് വന്നിട്ടെല്ലാം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് പോവുക.